നമ്മുടെ APJ അബ്ദുൽ കലാം സ്വപ്നത്തെ കുറിച്ച് എന്താണ് ഗൈസ് പറഞ്ഞത്? ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. അങ്ങനെ ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പയ്യനുണ്ട് അങ്ങ് ജോർദാനിൽ. അവന്റെ പേരാണ് അബ്ദുറഹ്മാൻ മഖ്ലൂഫ്. അവന് വയസ്സ് 19. ഇനി എന്തായിരുന്നു അവന്റെ സ്വപ്നം? ഒരു അത്ലറ്റും കൂടിയായ അബ്ദുറഹ്മാൻ 9 വർഷമായി വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് കാലിസ്തനിക്സ് പരിശീലിക്കുകയാണ്. എന്നെങ്കിലും ഒരു ദിവസം തനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ കഠിനാധ്വാനം. യു ക്യാൻ ബ്രോ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ജനുവരി 29 ചൈനക്കാരുടെ ന്യൂ ഇയർ ആഘോഷം. അവരുടെ ലൂണാർ കലണ്ടർ പ്രകാരം ആദ്യത്തെ അമാവാസിയിൽ ഉത്സവം ആരംഭിക്കും. പിന്നെ അങ്ങോട്ട് 15 ദിവസം അവർ ആറാടുകയാണ്. ഇതിനോടനുബന്ധിച്ച് പണ്ട് പെറുവിലും ഹോങ്കോങ്ങിലും ഒക്കെ ആയിട്ട് കുടിയേറിപ്പാത്ത ചൈനക്കാരുടെ ന്യൂ ഇയർ ആഘോഷമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പോലെ പരമ്പരാഗത സിംഹനൃത്തമുണ്ട്, സിംഹനൃത്തം. ഇവരെങ്ങനെ സിംഹനൃത്തമൊക്കെ ആയി പരേഡൊക്കെ നടത്തി ഇവർ പോകുന്ന എങ്ങോട്ടാ അറിയോ? താവോയിസ് തുങ്സിംഗ് ക്ഷേത്രത്തിലേക്കാണ്. അവിടെ അവരുടെ യുദ്ധദേവനായ കുവാൻകുങ്ങിന്റെ അടുത്ത് വരും. ആര്? കുവാൻകുങ്. അങ്ങനെ പരിപാടിയും കഴിയും. എന്തൊക്കെ തരം ഉത്സവങ്ങളാണല്ലേ നമ്മുടെ ഈ കൊച്ചു വലിയ ലോകത്ത്. ഇനി ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ കുരങ്ങന്മാരുടെ അടുത്ത് മാജിക് കാണിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്റെ പൊന്നോളാവേ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. കണ്ടോ, നിങ്ങൾ അവരുടെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് നിങ്ങളൊന്ന് എക്സൈറ്റഡ് ആയില്ലേ? സംഭവം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ പോലെ തന്നെ അവർക്കും ഒരു സെൻസ് ഓഫ് ഒബ്ജക്ട് പെർമനൻസ് ഉണ്ട്. നമ്മളും അവരും ഒരേ പൂർവികയിൽ നിന്നും പരിണമിച്ചുണ്ടായതാണല്ലോ. നമുക്ക് തോന്നുന്ന പോലെ അവർക്കും തോന്നുന്നു. അങ്ങ് ലണ്ടനിലെ ചെസ്റ്റിംഗ്ടൺ വേൾഡ് ഓഫ് അഡ്വഞ്ചർ സൂ. എന്നാലും അവിടേക്കൊന്ന് പോയി വരണമെന്നുണ്ട്. അതൊക്കെ വിട്. അവിടെ മൃഗങ്ങളെ പരിപാലിക്കുന്ന ജീവനക്കാർ വൻ തിരക്കിലാണ് ഗൈസ്. ആ തിരക്കിന്റെ കാരണം നമുക്കൊന്ന് അറിഞ്ഞിട്ട് വന്നാലോ? ഹലോ, എനിക്ക് എപ്പോഴാ ചേച്ചി പെഡിക്യൂർ ചെയ്യുന്നേ? എന്റെ ടൈം ആകുമ്പോ ഒന്ന് വിളിക്കോ ചേച്ചി? ഹലോ. ആ കൊച്ചേ, എൻ്റെ കൊമ്പയിൽ അപ്പിടി ബ്ലാക്ക് ഹെഡ്സാ. ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ചെറിയൊരു ചൊറിച്ചിൽ പോലെ തോന്നുന്നു. നിനക്ക് വെയിറ്റ് 1.5 കിലോ കുറവുണ്ട് കേട്ടോ. ശിവനെ, എനിക്ക് വെയിറ്റ് ഇല്ല. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? പുതുവർഷമൊക്കെ ആയില്ലേ? അപ്പൊ സൂവിലെ ആനിമൽസിന്റെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കുന്നതാണ് ഈ പരിപാടി. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഈ പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ നോക്കുന്ന പോലെ ഒന്നും അല്ല. വെയിറ്റ് ട്രാക്കിങ്, സ്പാ, പെഡിക്യൂർ. ഹോ, എന്താ ഒരു ലൈഫ്. എൻ്റെ ചേച്ചി, എനിക്ക് മൊത്തം കറുപ്പും വെളുപ്പമായിട്ട് 1001 വരകളുണ്ട് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചേച്ചി എണ്ണി നോക്കിക്കോ. എന്റെ ചുണ്ടെന്ന് വിട് പെണ്ണുമ്പിള്ളേ. ഓ സോറി, കാലിന് കുഴപ്പമില്ല, സെറ്റാണ്. വാ തുറന്നേ. ഹോ, നല്ല നാറ്റം. അടച്ചോ. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു തത്തയുടെ റാപ്പ് കേൾക്കാം. പിന്നെ നമ്മുടെ നാട്ടിലും ഉണ്ട് കേട്ടോ ഇതുപോലൊരു തത്ത. ഇത്രയും വലിയ റാപ്പും ബീറ്റ് ബോക്സും ഒന്നും ഇല്ലെങ്കിലും ആൾ നന്നായിട്ട് പാട്ടിൽ താളം പിടിക്കും. നാടിൻ നന്മകളെ പൊന്മകളെ മുത്തായവനെ ഇന്നും സൂര്യനും ചന്ദ്രിയനും മുന്നായവനെ കാലം കാത്ത് വെച്ച സമാധാനം നിങ്ങൾ കണ്ണനായി വന്നേ. സോ ഗൈസ്, തുടക്കത്തിൽ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? സ്വപ്നം കാണുക, സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. അപ്പോ ശുഭദിനം.